ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. കോവിഡ് ഒന്ന് പോസിറ്റീവായി, ഏതായാലും ഇപ്പോൾ റിക്കവർ ചെയ്യാൻ വന്നിട്ടുണ്ട്. എനിവേ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വാട്സപ്പിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും തന്നെ നിത്യേന യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് വാട്സപ്പ്. അപ്പോൾ വാട്സപ്പിൽ അതിൻ്റെ സെറ്റിങ്സിലെ പല കാര്യങ്ങളും നമ്മളൊന്നും അത്ര മൈൻഡ് ചെയ്യാറില്ല. നമുക്ക് ഹെൽപ്ഫുള്ളാകുന്ന ഒരുപാട് സെറ്റിങ്സ് അതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധേടാവാത്ത അറിയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വാട്സപ്പിൽ അത്തരം ചില ടിപ്സും ട്രിക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വാട്സപ്പിൽ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ കോൺടാക്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വാട്സപ്പ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതല്ലാതെ സെൻഡ് ചെയ്യാൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുണ്ട്. നമുക്ക് ഒരു സമയത്ത് ഒരു വൺ ടൈം മാത്രം ഒരാൾക്ക് നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഈ ക്ലിക്ക് ടു ചാറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. കുറച്ച് മുൻപ് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വൺ ടൈം മെസ്സേജ് മാത്രം അയക്കാൻ, നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി വാട്സപ്പ് തന്നെ അതിനുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മുടേതായ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ WA.ME എന്നിട്ടിട്ട് ഒരു സ്ലാഷ് കൊടുക്കുക, ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക. അതിനുശേഷം കൺട്രി കോഡ് വെച്ചിട്ട്, ഇപ്പോൾ 00 വേണ്ട, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ 91 കൊടുക്കുക. എന്നിട്ട് നമ്മൾ അയക്കുന്ന ആളുടെ നമ്പർ കൊടുത്തിട്ട് ഒന്ന് എൻ്റർ ചെയ്യുക ഇവിടെ. അപ്പോൾ ഇതൊരു ലിങ്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്യാത്ത ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു വൺ ടൈം മാത്രം ഒരാൾക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് ഒന്നും നമുക്ക് സേവ് ചെയ്യേണ്ട എന്നുള്ള അത്ര അവസ്ഥയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളോട് ഒരാൾ നമ്മളെ പരിചയപ്പെട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒന്ന് തരുമെന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് നമ്മളെ നമ്പർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പല സുഹൃത്തുക്കൾക്കും സ്വന്തം നമ്പർ തന്നെ ബൈഹാർട്ടായിട്ട് അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. ഇനി നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ലാസ്റ്റായിട്ടൊരു QR കോഡിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് ഈ ഒരു കോഡ് അദ്ദേഹത്തിന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, QR കോഡിൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്കാൻ കോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാമറ ഓൺ ആയിട്ടുണ്ടാവും മൊബൈലിൻ്റെ. അത് നിങ്ങളുടെ QR കോഡിന് നേരെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങളുടെ കോൺടാക്റ്റ് അയാൾക്ക് ലഭിക്കും. നിങ്ങൾ നമ്പർ പറഞ്ഞു കൊടുത്ത് സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വാട്സപ്പ് നമ്മുടെ മൊബൈലിൻ്റെ ഒരുപാട് സ്റ്റോറേജ് കവർന്നെടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അത് ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സിലൊന്ന് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലായിട്ട് മാനേജ് സ്റ്റോറേജ്. നിങ്ങളുടെ വാട്സപ്പ് എത്രത്തോളം നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട്, മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ ഒരു കേസിൽ നിങ്ങൾക്ക് അവിടെ 9.2 GB എൻ്റെ വാട്സപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈലിൽ ബാലൻസ് ഉള്ള മെമ്മറിയുടെ എത്രത്തോളം വാട്സപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കാണാം. അതിന് താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോരോ ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിട്ടുണ്ടാകുക. അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകളിൽ എത്രത്തോളം മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഏറ്റവും കൂടുതൽ മെമ്മറി സ്റ്റോറേജ് യൂസ് ചെയ്ത ഇത് ഏറ്റവും മുകളിലായിട്ട്, പിന്നെ അതിന് താഴെയായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഇത്തരം കൂടുതലായിട്ട് യൂസ് ചെയ്ത ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിന് ഡിലീറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നാലാമത്തൊരു കാര്യം, നമ്മൾ
നോട്ടിഫിക്കേഷൻ കാര്യങ്ങളാണ്. സെറ്റിങ്സിലൊന്ന് പോവുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ശല്യങ്ങളായിട്ട് നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ ഇവിടെ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു യൂസ് ഹൈ പ്രിയോറിറ്റി നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യപ്പെട്ട് വീഡിയോസൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് ശല്യം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്ര അവസ്ഥയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷന് ഓഫ് ചെയ്തിട്ടിട്ട് അത്തരം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമുള്ളത് ബാക്കപ്പ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഫോണ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്സപ്പ് എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഫോൺ ഫോർമാറ്റ് ചെയ്തപ്പോൾ പഴയ വാട്സപ്പ് ഒന്നും കിട്ടില്ലെന്ന്. അപ്പോൾ അത്ര അവസ്ഥയിൽ നമുക്ക് ഇത് നമ്മുടെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്ത് വെക്കാം. അതിൻ്റെ സെറ്റിങ്സാണ് ചാറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ, സെറ്റിങ്സിൽ ചാറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ല കാണുക, അവിടെ ഒരു ബാക്കപ്പ് ചെയ്യാൻ സിമ്പിളായിരിക്കും കാണുക. അതിനായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി, കാരണം ഈ ബാക്കപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈലിലല്ല, ഗൂഗിളിലാണ് നമ്മളിത് ബാക്കപ്പ് ചെയ്തത്. ഗൂഗിൾ ഡ്രൈവിലൊക്കെയാണ് ബാക്കപ്പ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഇമെയിൽ IDയിലേക്ക് ഇത് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഏത് സമയത്താണ്. ഇപ്പോൾ ഞാനിവിടെ മന്തിലാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഇത് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകില്ല. അതുപോലെ അതിൽ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് വീഡിയോസ്, നിങ്ങളുടെ വീഡിയോസും ഇപ്പോൾ വന്ന വീഡിയോസും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. നോർമലി വീഡിയോസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും, കാരണം ഒരുപാട് മെമ്മറി എടുക്കുന്നത് കൊണ്ട് വീഡിയോസ് ഓഫ് ചെയ്തിടുക. നിങ്ങളുടെ ചാറ്റ്സും ഫോട്ടോസൊക്കെ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ. അങ്ങനെ അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ചാറ്റ്സ് ബാക്കപ്പ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യം ഉള്ളതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഫൈലിൽ നിന്നൊക്കെ വരുന്ന ആ കാര്യങ്ങളൊന്നും നമ്മുടെ ഗാലറിയിൽ കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് 3 ഡോട്ട്സ് സെറ്റിങ്സ് എടുത്തിട്ട് വ്യൂ കോൺടാക്റ്റ് എന്ന് കൊടുക്കുക. അതിൽ നിന്ന് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ആ ഒരു ചാറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഗാലറിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡീഫോൾട്ടായിട്ട് S ആയിരിക്കും, നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗോ കൊടുത്തിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കോൺടാക്ട്സിൽ നിന്നോ വരുന്ന മീഡിയകളൊന്നും നമ്മുടെ ഗാലറിയിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ അത് നമ്മുടെ ഫോൺ മെമ്മറിയിൽ ഉണ്ടാവുണ്ടോ, ഗാലറിയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കാതിരിക്കുള്ളൂ. ഇനി മറ്റൊന്നാണ് പ്രൈവസി സെറ്റിങ്സ്. ഇപ്പോൾ പ്രൈവസി സെറ്റിങ്സിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം, പല ആളുകളും നമ്മളെ പല ഗ്രൂപ്പുകളിലും പിടിച്ച് കയറ്റാറുണ്ട് നമ്മളെ അനുവാദമല്ലാതെ തന്നെ. അപ്പോൾ അതൊക്കെ അത്തരം ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൈവസിയിൽ താഴോട്ട് വന്ന ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എവരി വൺ ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ആർക്കും നിങ്ങളെ ഏത് ഗ്രൂപ്പിലേക്കും ആഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ മൈ കോൺടാക്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ മൈ കോൺടാക്റ്റ് എക്സെപ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും നിങ്ങളെ പിടിച്ചിട്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഒരു മെസ്സേജ് വന്ന് ആ മെസ്സേജ് നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങളെ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും നിങ്ങൾ വാട്സപ്പ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിംഗർ വെച്ച് കൊടുത്താൽ മാത്രമേ നിങ്ങളെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, അത് ഓരോ സമയത്ത് എത്ര ഡിലേ വേണം, ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യാതെ എന്നിട്ട് എത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ഫിംഗർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓരോ സമയത്തും വാട്സപ്പ് തുറക്കുമ്പോൾ ഫിംഗർ വെക്കണം എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റിന് ശേഷം മാത്രം മതി എങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ആഫ്റ്റർ 30 മിനിറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന്, പലർക്കും നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളൊരു നമ്പറിലേക്ക് വാട്സപ്പ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിലവിലുള്ളൊരു നമ്പറിൽ നിന്ന് മറ്റൊരു വാട്സപ്പിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് നമ്പർ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നിലവിലുള്ള നിങ്ങളുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നമ്പർ കൊടുക്കുക. പിന്നീട് അതിന് താഴെയായിട്ട് പുതിയ നമ്പർ നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് മാറ്റേണ്ടത് വെച്ചാൽ ആ നമ്പർ കൂടെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ നമ്പറിലേക്ക് വാട്സപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, ഇപ്പം നമുക്കൊരു പ്രത്യേക ആൾ സെൻഡ് ചെയ്ത ചാറ്റ്സൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ
ഫുൾ സ്ക്രീൻഷോട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഓരോന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്ര അവസ്ഥയിൽ ആ ഒരു കോണ്ടാക്ട്സിലെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം സെറ്റിങ്സിൽ പോവുക. അവിടെ നിങ്ങൾക്ക് മോർ എന്നിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള സംഭവം കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 മെസ്സേജ് കാണാം. വിത്തൗട്ട് മീഡിയ, ഇൻക്ലൂഡ് മീഡിയ. അതായത് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ആ ചാറ്റിൽ വന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് മീഡിയ കൊടുക്കുക. അതല്ല അതിൽ വന്ന ചാറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യണമെന്നെങ്കിൽ വിത്തൗട്ട് മീഡിയ വന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലൊക്കെ ഇത് ബാക്കപ്പ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഒന്ന് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റൊക്കെ ഒരു ഇമെയിലായിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്ത് കിട്ടാം. അപ്പോൾ ഇതൊക്കെയാണ് വാട്സപ്പിൽ പലർക്കും അറിയാവുന്ന ടിപ്സ് ആയിരിക്കും. അറിയാത്ത പല സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആവശ്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ നൗഷാദ്, signing off.